സിജോ, ഇന്ന് വന്ന രണ്ട് പ്രതികരണങ്ങൾ, ഒന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണമായിരുന്നു. രാവിലെ അദ്ദേഹത്തിനെതിരെ ഇന്ന് രാവിലെ വന്ന രണ്ടാമത്തെ ഫോട്ടോ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശദീകരണം. അതിൽ പക്ഷേ അദ്ദേഹം പറയുന്നത് 8 വർഷം മുമ്പ് നടന്ന സംഭവമാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണോ എവിടെ വെച്ചാണ് ഈ പേന സമ്മാനമായി നൽകിയത് എന്ന് എനിക്കറിയില്ല. ആദ്യ ഫോട്ടോ വന്നപ്പം അദ്ദേഹം പറഞ്ഞത് ആകെ ഒരേ ഒരു തവണ മാത്രമേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ എന്നായിരുന്നു. അതിന് ആ വാദത്തെ പൊളിക്കുന്ന രീതിയിൽ ആണ് ഇന്ന് രണ്ടാമത്തെ ഫോട്ടോ വന്നത്. പക്ഷേ അതിനുള്ള വിശദീകരണം തൃപ്തികരമായിരുന്നോ എന്ന ചോദ്യം ആദ്യത്തേത്. രണ്ടാമത്തേത് അടൂർ പ്രകാശിൻ്റെ പ്രതികരണമായിരുന്നു. അദ്ദേഹം പറയുന്നത് SITക്കകത്ത് വളരെ രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്, തന്നെ വിളിപ്പിച്ചതിലടക്കം രാഷ്ട്രീയ പ്രേരിതമായ നീക്കങ്ങളുണ്ട്. അപ്പം അത് കഴിഞ്ഞ് മാധ്യമങ്ങളെ കാണേണ്ട പിറകിലൂടെ പൊക്കോളൂ എന്നടക്കം അതിനകത്തുനിന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയമായി ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് എന്ന രാഷ്ട്രീയ ആരോപണം ഒരു വശത്ത് അടൂർ പ്രകാശ് ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് പ്രതികരണങ്ങൾ എങ്ങനെ കാണണം ഇന്നത്തെ ദിവസം? അടൂർ പ്രകാശിന്റെ ആരോപണം അതൊരു രാഷ്ട്രീയ ആരോപണം തന്നെ മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ സ്വർണ്ണക്കൊള്ള വന്നതിന് ശേഷം ആദ്യഘട്ടത്തിൽ ജയിലിലേക്ക് പോയിക്കൊണ്ടിരുന്നത് CPMന്റെ നേതാക്കളായിരുന്നു. പത്മകുമാർ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വാസു ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം LDFനെതിരെ ശക്തമായി ആക്രമിക്കാൻ UDFന് സാധിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതിന് പിന്നാലെ അടൂർ പ്രകാശിനെതിരായിട്ടുള്ള ഫോട്ടോ പുറത്തു വരുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ള ഫോട്ടോ പുറത്തു വരുന്നു. പിന്നെ അത് ആന്റണിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എന്നുള്ളത് അവർ ആ വാദത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം, ഇവർക്കെതിരായിട്ടുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ളിൽ SITക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പൊളിറ്റിക്കൽ താല്പര്യങ്ങളുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്തരത്തിലൊരു രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ആരെയും ആന്റണിയോ അതല്ലെങ്കിൽ അടൂർ പ്രകാശിനെയോ കടകംപള്ളി സുരേന്ദ്രനെയോ ഒക്കെ ആരെയും ഒരു മുൻവിധിയോടുകൂടി പ്രതിയാക്കണം എന്നൊരു കാഴ്ചപ്പാടോടിയല്ല SIT മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പുറത്തു വരുന്നു. ഈ കേസിലെ മുഖ്യ പ്രതിയുമായി അവർ നിൽക്കുന്ന ഫോട്ടോ പുറത്തു വരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തത വരുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് സ്വാഭാവികമായും SITക്കുള്ളത്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സഹായം ഇവരാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവർ പ്രതിപട്ടികയിലേക്ക് വരും, അവർ അറസ്റ്റിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞിരിക്കുന്നത് കുറച്ച് വ്യത്യസ്തമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷെ അതിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു വർഷം കൂടി ചിന്തിക്കണം, പറയണം എന്നുള്ളൊരു താല്പര്യം ഉള്ള ആളാണ് ഞാൻ. കാരണം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ നടന്നിരിക്കുന്ന സംഭവമാണ്. അദ്ദേഹം അന്ന് ആ പ്രതികരണം വരുന്ന സമയത്ത് ഒരു തവണ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നു, പിന്നീട് ഒന്നിലധികം ആവട്ടെ. പക്ഷെ ഇന്നും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അത് 1, 2, 5, 10 എത്ര തവണയാവട്ടെ, എത്ര തവണ കണ്ടെങ്കിലും എൻ്റെ ഈ കൂടിക്കാഴ്ചയിൽ സതുദ്ദേശപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ്, അതിലേതെങ്കിലും തെറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും വളരെ വർഷങ്ങൾക്ക് മുൻപ് നടത്തിയിരിക്കുന്ന കൂടിക്കാഴ്ചയാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെയും മുഖവിലയ്ക്ക് എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. പക്ഷേ SIT എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇനി ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായി അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും പ്രതിപട്ടികയിലേക്ക് വരും, അറസ്റ്റ് നടപടികൾ ഉണ്ടാകുകയും ചെയ്യും. എന്തായാലും വീണ്ടും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ കുറച്ചുകൂടി പല കാര്യങ്ങളും വ്യക്തത വരുത്താൻ വേണ്ടി കൂടിയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കവും.